ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ റിസർച്ച് ടൂൾ വന്നത് എല്ലാവരും അറിഞ്ഞു കാണും. എന്നാൽ ഈ റിസർച്ച് ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് പലർക്കും അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് യൂട്യൂബിൽ വന്നിരിക്കുന്ന ഈ പുതിയ ഫീച്ചറായ റിസർച്ച് ടൂളിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ്. റിസർച്ച് ടൂളിൻ്റെ പ്രധാനമായ ഉപകാരം ഇതിൽ നമ്മുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് അതുപോലെ ഗ്ലോബലി എല്ലാം എന്താണ് കൂടുതലായി യൂട്യൂബിൽ സെർച്ച് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യൂട്യൂബ് തന്നെ നമുക്ക് മുന്നിലേക്ക് പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയാണ്. അതായത് എന്ത് കണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടത്, എന്തിനെക്കുറിച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൽ ഗ്രോത്ത് വർദ്ധിപ്പിക്കാം. പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് വീഡിയോ ചെയ്യുന്നതിനുള്ള കണ്ടന്റ്സ് ഒന്നും കിട്ടുന്നില്ല, എന്തിനെക്കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു ടൂളാണ് റിസർച്ച് ടൂൾ. യൂട്യൂബിലുള്ള കണ്ടന്റ് ഗ്യാപ്പുകളെല്ലാം യൂട്യൂബിന്റെ റിസർച്ച് ടൂൾ വഴി നമുക്ക് ലഭിക്കും. കണ്ടന്റ് ഗ്യാപ്പിനെ കുറിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ 2 വർഷം മുന്നേ ചെയ്ത ചില വീഡിയോസ്, ഇത് ചിലപ്പോൾ യൂട്യൂബിൽ എങ്ങനെ നമുക്ക് കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാം എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണെന്ന് കരുതുക. എന്നാൽ ചിലപ്പോൾ 2 വർഷം മുന്നേ ഉപയോഗിച്ച രീതി ആയിരിക്കില്ല 2022 യൂട്യൂബിൽ കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിനാൽ തന്നെ യൂട്യൂബ് ഇതൊരു കണ്ടന്റ് ഗ്യാപ്പ് ആയിട്ടാണ് പരിഗണിക്കുക. അതായത് എന്തെങ്കിലും അപ്ഡേറ്റ് വന്ന് പഴയ ഇൻഫർമേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് എല്ലാം വരികയാണെങ്കിൽ അത് കണ്ടന്റ് ഗ്യാപ്പ് ആയിട്ടാണ് യൂട്യൂബ് പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ ഇങ്ങനെയുള്ള കണ്ടന്റ് ഗ്യാപ്പ് എല്ലാം വരുമ്പോൾ യൂട്യൂബ് തന്നെ റിസർച്ച് ടൂളിലൂടെ നമുക്ക് ഇത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കണ്ടന്റ് ഗ്യാപ്പ് എല്ലാം വന്നിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുകയും അതുവഴി നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ വ്യൂവേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഈ റിസർച്ച് ടൂൾ സിസ്റ്റത്തിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. റിസർച്ച് ടൂൾ ഓപ്പൺ ചെയ്യുന്നതിന് ആദ്യം YT സ്റ്റുഡിയോയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ അനലിറ്റിക്സ് എന്നൊരു ഓപ്ഷൻ കിട്ടും, ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന റിസർച്ച് എന്ന ഓപ്ഷനിലാണ് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ 3 ഓപ്ഷൻ ലഭിക്കും: സെർച്ചസ് അക്രോസ് യൂട്യൂബ്, യുവർ വ്യൂവേഴ്സ് സെർച്ചസ്, സേവ്ഡ്. ഇങ്ങനെ 3 ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഇവിടെ യുവർ വ്യൂവേഴ്സ് സെർച്ചസ് എന്നതിൽ പോയാൽ നമുക്ക് ഒരുപാട് സെർച്ച് ഐറ്റംസ് എല്ലാം താഴേക്ക് വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു റീജൻ വെച്ചെല്ലാം ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അതിനെല്ലാം സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇന്ത്യ എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം അപ്ലൈ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ റീജനിൽ വന്നിരിക്കുന്ന സെർച്ചസ് ആണ് ഇതിൽ കാണിക്കുന്നത്. അതുപോലെ കണ്ടന്റ് ഗ്യാപ്പ് മാത്രമായി നമുക്ക് കാണാൻ വേണ്ടി ഇവിടെ കണ്ടന്റ് ഗ്യാപ്സ് ഓൺലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപ്ലൈ എന്ന് കൊടുക്കാം. ഇപ്പോൾ താഴത്തേക്ക് ഒരുപാട് സെർച്ച് ടൈം എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ വീഡിയോ എഡിറ്റിംഗ് ആപ്സ്, സ്നാക്സ്, ഹൗ ടു, ഇങ്ങനെ ഒരുപാട് സെർച്ചസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ വന്നിരിക്കുന്ന ഈ സെർച്ച് ടേംസിൽ കണ്ടന്റ് ഗ്യാപ്പ് കൂടുതലുള്ള ടോപ്പിക്സ് ആണ് ഇപ്പോൾ പിക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ആപ്സ് സെർച്ച് വോളിയം എത്രയാണ് വരുന്നത് എന്ന് കാണാം. അതായത് ഹൈ വോളിയം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വന്നിരിക്കുന്നതെല്ലാം ഹൈ വോളിയം സെർച്ചസ് ആണ്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെയും നമുക്ക് ഒരുപാട് സെർച്ച് ടൈം എല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ടന്റ് ഗ്യാപ്പ് വെച്ചാണ് ഇപ്പോൾ ഞാൻ ഫിൽട്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലിന് പറ്റുന്ന കണ്ടന്റ് ഗ്യാപ്പ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചെല്ലാം വീഡിയോസ് ചെയ്യാം. ഞാൻ എൻ്റെ ചാനലിൽ സാധാരണയായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം യൂട്യൂബുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് യൂട്യൂബ് ഗ്രോത്തിന് വേണ്ടിയുള്ള ടിപ്സ്, യൂട്യൂബിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ്. അപ്പോൾ എനിക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ഗ്യാപ്പ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ ഇപ്പോൾ ഒരു കണ്ടന്റ് ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്, ഹൗ ടു വെരിഫൈ യുവർ യൂട്യൂബ് അക്കൗണ്ട് എന്നത്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഗ്യാപ്പിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കാണുക. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടന്റ് ഗ്യാപ്പ് എല്ലാം നിങ്ങൾക്കും സെർച്ച് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ ഏത് കണ്ടന്റാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് അതിനെക്കുറിച്ചെല്ലാമുള്ള വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സെർച്ചസ് അക്രോസ് യൂട്യൂബ് എന്ന് കാണാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ടോപ്പിക് എല്ലാം ടൈപ്പ് ചെയ്ത് അത് സെർച്ച് ചെയ്യാം. ഹൗ ടു ക്രിയേറ്റ് എന്ന് ഞാൻ ഇതിൽ സെർച്ച് ചെയ്യുകയാണ്.
കണ്ടന്റ് ഗ്യാപ്പ് വെച്ച് ഫിൽട്ടർ ചെയ്തിരിക്കുന്നതിനാൽ നമുക്ക് കണ്ടന്റ് ഗ്യാപ്സ് ഉള്ള ടോപ്പിക്സ് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന് എത്രത്തോളം സെർച്ച് വോളിയം എല്ലാം വരുന്നുണ്ട്, അതുപോലെ അത് കണ്ടന്റ് ഗ്യാപ്പ് ഉള്ള കണ്ടന്റ് ആണോ അല്ലയോ എന്നെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഏതെങ്കിലും ടോപ്പിക് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്യണമെങ്കിൽ ഇത് സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പിക്കാണ് സേവ് ചെയ്യുന്നത്, ഹൗ ടു ക്രിയേറ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ സേവ്ഡ് ലിസ്റ്റിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഒരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും യൂട്യൂബിൻ്റെ ഈ പുതിയ ഫീച്ചർ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.